ഞാനൊരു ഇത് മൂന്നാമത്തെ കൊല്ലമാണ് പൊങ്കാലയിൽ ഇങ്ങനെ എനിക്കൊരു അവസരം കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഈ കൊല്ലം വൈഫ് വരാൻ പോവായിരുന്നു. പക്ഷേ ദുബായിൽ സ്റ്റക്കായി പോയിട്ടുണ്ടായി. ഈ എന്താ നമ്മൾ അറിയാലോ. പക്ഷെ നോക്കൂ, ഇത് നമ്മളിപ്പോ ഒരു ആഴ്ച മുമ്പേ കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ ചരിത്രം ഒരു എന്താ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു പേരാണ്. അപ്പോ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അഭിമാനമുണ്ട്. ഇതാണ് ശരിക്ക് കേരളം. നമ്മുടെ വിശ്വാസികളും അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും അതെല്ലാം എല്ലാവരും കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലാവരും കാണുന്നുണ്ട്. മൊത്തം ഇന്ത്യയില് ഞങ്ങള് ഫൈനാൻസ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ വിളിച്ച് പറഞ്ഞു എന്റെ ഒരു ബെസ്റ്റ് വിഷസ് അവിടെ ഒന്ന് കൺവേ ചെയ്യണം. എനിക്ക് അടുത്ത കൊല്ലം വരാൻ താല്പര്യമുണ്ട്. ഈ തവണ വരാൻ പറ്റിയില്ല. പക്ഷെ ഇതിനെ കുറിച്ച് ഇപ്പോ എല്ലാവർക്കും ഒരു അവയർനെസ് വരുന്നുണ്ട്. ഇതാണ് കേരളം, ഇതാണ് കേരളം നാടിന്റെ മലയാളികളുടെ ഒരു വിശ്വാസം. അത് കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ക്ഷേത്ര ഭാരവാഹികളുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും വോളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നോക്കൂ, അത് എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു സംവിധാനമാണ് BJP NDA. എല്ലാവർക്കും എല്ലാവരുടെ മതവും എല്ലാവരും വിശ്വാസവും ബഹുമാനിക്കണം, ഒരുമിച്ച് പോണം. കേരളം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മലയാളീസിന്റെ കേരളമാണ്, ക്രിസ്ത്യൻസിന്റെ ആണ്, മുസ്ലിംസിന്റെ ആണ്. ഹിന്ദു വിശ്വാസികൾ ശബരിമല പോകുന്നു, ആറ്റുകാൽ ഭഗവതി തൊഴുന്നു. അതുപോലെ തന്നെ മറ്റവർക്ക് അവരെ ഉണ്ടല്ലോ. അപ്പോ ഒരുമിച്ച് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു കേരളം ആണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. മതം എന്ന് പറഞ്ഞത് ജനങ്ങളെ വിഭജിക്കുകയല്ല വേണ്ടത്. മതവും നമ്മുടെ സംസ്കാരവും ജനങ്ങളെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.